പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാണുന്ന ഒരു പാർട്ടി വെയർ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഓണത്തിനൊക്കെ ട്രഡീഷണൽ വെയർ ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ മൽച്ചന്തേരി ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതുപോലെ അതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2x2 ഫാബ്രിക്കാണ്. അതും 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തി ഞാൻ 6 പാനലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് പാച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കുർത്തിയുടെ താഴത്തെ ഭാഗത്ത് ഈ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് ആദ്യം ഞാനൊരു ചെറിയ പീസ് ക്ലോത്തിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലോത്ത് ആദ്യം ഇതുപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കുക നീളത്തിൽ വെച്ചിട്ട്. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കുക. അപ്പോൾ ഞാൻ നിൽക്കുന്ന സൈഡിൽ ഒരു മടക്കുവശം വരും, മുകളിൽ മറ്റേ മടക്കുവശം വരും. അപ്പോൾ മുകളിൽ വരുന്ന ആ മടക്കുവശം ഞാൻ ഇതുപോലെ തിരിച്ചൊന്ന് വെക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ആ ഭാഗത്തുനിന്ന് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണോ കുർത്തിക്ക് ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന സീം അലവൻസും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആ വരച്ച ലൈനിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് താഴെ കിട്ടുന്ന ആ ഒരു മടക്കുവശം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് 2 സ്ലീവിനും വേണ്ടി ഉപയോഗിക്കാം. ഇനി ഈ വരുന്ന പീസിൽ നമുക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ട് പാനൽ കട്ട് ചെയ്യണം. അപ്പോൾ ഈ മടക്ക് വശത്ത് നിന്ന് റൈറ്റിലോട്ടേക്കാണ് നമ്മൾ ഷോൾഡർ സാധാരണ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്ന ഷോൾഡറിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് ഷോൾഡർ എങ്കിൽ അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് നമ്മളുടെ വേസ്റ്റ് ലെങ്ത് എത്രയാണോ സാധാരണ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂടുതൽ എക്സ്ട്രാ എടുക്കണം. അപ്പോൾ എനിക്ക് 15 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഞാനൊരു 2.5 ഇഞ്ച് കൂട്ടി 17 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. വേണമെങ്കിൽ 3 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ വരച്ചു. ഇനി താഴത്തെ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് ഒന്ന് അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ 22 ഇഞ്ചാണ് ടോട്ടൽ വരുന്നെങ്കിൽ അതിൻ്റെ പകുതി 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതുപോലെ ഒരു ചെറിയ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നത്. വലിയ ക്ലോത്ത് വിരിച്ച് വെക്കുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ക്യാമറയിൽ, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2 പാനൽസ് ഇതുപോലെ കിട്ടും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അതുപോലെ ബാക്കിലേക്കും കിട്ടും നമുക്ക്. ഇനി അപ്പോൾ 2 പാനലായില്ലേ, ഇനി ബാക്കി നമുക്ക് 4 പാനൽ വേണം. ടോട്ടൽ 6 പാനൽ വരുന്ന കുർത്തിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ മുകളിൽ വിഡ്ത്ത് കൂടുതൽ വരുന്ന ഭാഗം നമുക്ക് താഴെ കിട്ടണം. അപ്പോൾ താഴെ നല്ല വിരിവ് കിട്ടുള്ളൂ കുർത്തിക്ക്. പിന്നെ നമ്മളിതാ ഈ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് തിരിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ആ ഫുള്ള് എടുത്തിട്ട് ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് കയറ്റി വെക്കണം. അതെന്തിനാ 1/2 ഇഞ്ച് കയറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 1/2 ഇഞ്ച് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിതിൽ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് താഴെ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയ അറ്റക്കുറച്ചിലൊക്കെ വരും. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സീം അലവൻസും കൂടി താഴെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെ കയറ്റി വെച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആക്ച്വൽ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യുക, ആം ഹോൾ താഴത്തോട്ടേക്ക് മാർക്ക് ചെയ്യുക, അതുപോലെ ആക്ച്വൽ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക, പിന്നെ ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടിൻ്റെ എല്ലാം 4/1 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മാക്സിമം വിഡ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സൈഡിൽ ആ ഒരു ഭാഗത്തൊന്ന് കർവ് ചെയ്ത് വരച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ അത് ഫുൾ ക്ലോത്ത് വെച്ചിട്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് 4 പീസസ് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നേരത്തെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടി ഓരോ പാനൽ കിട്ടിയില്ലേ, അതിൽ ഫ്രണ്ട് പാനലിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് 2 പീസ് ഇതേപോലെ വെക്കുക. എന്നിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ ഭാഗത്തേതും. അപ്പം നമ്മളിതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നിവർത്തി വെക്കണം. ഈ ഭാഗത്തും അതേപോലെ ചെയ്യണം. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മെയിൻ ക്ലോത്തിൽ തന്നെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പം പറഞ്ഞ പോലെ മെയിൻ ക്ലോത്ത് ഞാൻ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കുവശം ഞാൻ നിൽക്കുന്ന സൈഡിലും പിന്നെ താഴത്തെ ഭാഗത്തുമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 46 ഇഞ്ചാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 48 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി ഒന്ന് ലൈൻ വരച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ചെറിയ പീസിൽ കാണിച്ചില്ലേ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, അതുപോലെ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പീസ് നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യണം. എൻ്റെ ഷോൾഡർ 7.5 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 3.25 ഇഞ്ച് വരും. അത് ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി വേണമല്ലോ. ആ ഒരു 1/2 ഇഞ്ചും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് താഴത്തോട്ടേക്ക് എനിക്ക് വേസ്റ്റ് ലെങ്ത് എൻ്റെത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 17.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 2.5 അല്ലെങ്കിൽ 3 ഇഞ്ചും കൂടി കൂട്ടി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെത് വേസ്റ്റ് ലെങ്ത് 15ആണ്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് ആഡ് ചെയ്ത് 17.5ൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി നമ്മുടെ ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഞാനിത് അളന്ന് നോക്കുമ്പോൾ എനിക്ക് 22 ഇഞ്ചാണ് വരുന്നത്. ആ 22ൻ്റെ പകുതി നമ്മൾ എടുക്കണം. അപ്പോൾ 22ൻ്റെ പകുതി 11 വരും. ആ ഒരു 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിൽ നമ്മൾ വരച്ചില്ലേ, ആ പോയിന്റും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റും കൂടി വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ വരച്ച ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ഓരോ പാനൽ കിട്ടും. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നേരത്തെ കാണിച്ചു തന്നില്ലേ ചെറിയ പീസിൽ, അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ ഇനി നമ്മൾ ഈ നേരത്തെ ഞാൻ കാണിച്ചു തന്ന അതേ രീതിയിൽ ആ ഒരു വീതി കൂടിയ ഭാഗം താഴെ വരെ, അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ സൈഡിലും വരുന്ന രീതിയിൽ ഇങ്ങനെ തുണിയൊന്ന് ചേർത്ത് വെക്കുക. ഇവിടെ തുണി ചേർത്ത് വെക്കുമ്പം ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് കയറ്റിയിട്ട് വേണം വെക്കാൻ. നമുക്ക് അവിടെ പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കയറ്റി വെക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നോർമൽ കുർത്തിയിൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡർ എനിക്ക് 7.5 വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിന്റും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം എനിക്ക് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 42ആണ്. അതിൻ്റെ 4 ഭാഗം 10.5 വരിക. ഞാൻ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരക്കാം. അതിന് ശേഷം എൻ്റെ ആക്ച്വൽ വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് വരും. 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിൻറ്റ്സും നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം.
ഇനി ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഹിപ്പ് ലെങ്ത് 21 ഇഞ്ചാണ്. നമ്മൾ സാധാരണ സ്ലിറ്റഡ് കുർത്തിയിൽ മാർക്ക് ചെയ്യില്ല, ആ സ്ലിറ്റ് വരുന്ന ഭാഗം, അതാണ് ഹിപ്പ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് 21 ഇഞ്ച്. എനിക്ക് ഹിപ്പ് റൗണ്ട് 44 വരുന്നത്. അതിൻ്റെ നാലിലൊരു ഭാഗം 11 ഇഞ്ച് വരും. ഇവിടെ ഞാൻ 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. ഇത് എലൈൻ മോഡലിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സാധാരണ വരക്കുന്ന പോലെ തന്നെ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരക്കാം. ഇനി ഹിപ്പ് ലൈനിൽ നിന്ന് താഴത്തോട്ടേക്ക് ആ തുണിയുടെ മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോർണറിൽ ഒന്ന് കർവ് ചെയ്ത് വരക്കാം. ഇതിൽ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നെക്ക് മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് അരേഞ്ച് മാർക്ക് ചെയ്യാം. ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് മുകളിലോട്ടേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ആം ഹോൾ വരച്ചെടുക്കാം. ബാക്ക് ആം ഹോളാണ് നമ്മളിപ്പം വരക്കുന്നത്. ഇത് വരച്ച് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം. 1/2 ഇഞ്ച് ഇതാ ഇവിടെ ഉള്ളിലേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ദാ ഈ പിന്നെല്ലാം മാറ്റിയിട്ട് ഞാൻ പാനൽസ് കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് പാനൽസ് നമുക്ക് 4 പീസാണ് ഉണ്ടാവുക. അതുപോലെ സെൻറ്ററിൽ 2 പാനൽസ് കിട്ടും, ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ നമ്മൾ പാനൽസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ഫ്രണ്ട് പാനലിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് ഓരോ പാനൽസ് 2 സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ പാനൽ ഫ്രണ്ട് പാനലാണിത്. അതിൻ്റെ സൈഡിലായിട്ട് 2 സൈഡ് പാനൽസ് വെക്കുക. പാനൽസ് വെക്കുമ്പോൾ നിങ്ങൾ പ്രിൻറ്റഡ് ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കണം കേട്ടോ, കറക്റ്റായിട്ട് നല്ല വശവും വരുന്ന രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ക്ലോത്തിൻ്റെ നല്ല വശം, സെൻറ്റർ പോർഷൻ്റെ നല്ല വശം, സൈഡ് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തുറന്നിടണം. അതുപോലെ അപ്പുറത്തെ ഭാഗവും സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക നമുക്ക്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ വരുന്ന 3 പാനൽസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന പാനൽസും ജോയിൻ ചെയ്തെടുക്കണം. ഒരിക്കലും കൂടി കാണിച്ചു തരാം. ഇതുപോലെ സെൻറ്റർ പാനലിൻ്റെ സൈഡിലായിട്ട് സൈഡ് പാനൽ വെച്ചിട്ട് ആ സൈഡിൽ കൂടി ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാനലില്ലേ, ഫ്രണ്ട് പോർഷൻ ഇല്ലേ റെഡിയാക്കിയെടുത്ത്, അത് ഇതുപോലെ സെൻറ്ററിലേക്ക് കൂടി മടക്കി വെക്കുക. എന്നിട്ട് നമുക്കിതിൽ നെക്കൊക്കെ മാർക്ക് ചെയ്യാം. അതുപോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുകയും ചെയ്യാം. നെക്ക് പാച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ നെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പാച്ചിൻ്റെ നെക്ക് വിഡ്ത്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 7 ഇഞ്ചിൻ്റെ ഹാഫ് 3.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പാച്ച് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് നോക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അതും 7 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ നെക്ക് വിഡ്ത്ത് 7 ഇഞ്ചല്ലേ വന്നത്, അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കവും 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആ പാച്ചിനകത്ത്. അപ്പോൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ല, അതും മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ആ ഷോൾഡർ സ്ലോപ്പും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്, അതും ഇതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് നമ്മൾ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്, പാനലായിട്ടല്ല. അപ്പോൾ ലൈനിങ് ഇതുപോലെ ഞാൻ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് സ്ലീവിന് വേണ്ട ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മൾ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ലൈനിങ്ങിൻ്റെ മേലെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ മറ്റേ എൻഡിൽ കുറച്ച് ഭാഗം മിസ്സിങ് ആയിരിക്കും. കാരണം ലൈനിങ് പോർഷൻ ലൈനിങ് ക്ലോത്ത് ഇല്ലേ, അതിന് വിഡ്ത്ത് കുറവാണ്. അപ്പോൾ നമുക്ക് ചെറിയ പീസ് വെച്ച് അവിടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, അറ്റാച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ അത്ര ലെങ്ത്തിൽ വേണ്ട, 1-2 ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് ഈ പീസ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് വിഡ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുത്താൽ മതി. ഞാനപ്പോൾ അത് വെച്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. ഇനി അവിടെ വിഡ്ത്ത് കൂട്ടിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലൈനിങ് നമുക്ക് ഉള്ളത് വെച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും വിഡ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വരച്ചെടുത്ത പീസ് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലൈനിങ് മെറ്റീരിയലിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് 4 പീസ് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ 2 പീസ് അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ എടുത്തിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിവർത്തിയിടാം അങ്ങോട്ടേക്ക്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിലും അതേപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ വെക്കുക, എന്നിട്ട് സൈഡിലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നിവർത്തിയിടുക. അപ്പോൾ ഞാൻ അതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ ക്യാൻവാസ് 2ആയിട്ടൊന്ന് മടക്കി ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്ക് പാച്ച് വെച്ചിട്ടാണല്ലോ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ആ നെക്ക് പാച്ച് ഇതേപോലെ സെൻറ്ററിലേക്ക് കൂടെ മടക്കിയിട്ട് നമുക്ക് ഈ പേപ്പർ ക്യാൻവാസിൻ്റെ മടക്ക് വശം വരുന്ന ഭാഗത്ത് ആ പാച്ചിൻ്റെ മടക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഷേപ്പ് നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് റൈറ്റിലോട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു പേപ്പർ ക്യാൻവാസ് നെക്കിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പീസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് നമ്മൾ സെപ്പറേറ്റ് ചെറിയ പീസിലല്ലാതെ ലൈനിങ്ങിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് എടുക്കുക. ആ ലൈനിങ്ങിൻ്റെ ഉൾവശത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ലൈനിങ്ങിൽ തന്നെ വെച്ച് ചെയ്യുമ്പം നല്ല നീറ്റായിട്ട് നെക്കിരിക്കും. ഉള്ളിലും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെക്കുക. സെൻറ്ററൊക്കെ കറക്റ്റാക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ഇതുപോലെ പിൻ ചെയ്തെടുത്തിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസിലും സ്റ്റിച്ചിലും ഒന്നും തട്ടാതെ നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ഇതുപോലെ. അതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി. കണ്ടില്ലേ, ബാക്ക് വശവും ഫ്രണ്ട് വശവും രണ്ടും നല്ല നീറ്റായിട്ടിരിക്കും.
ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്, കണ്ടില്ലേ? ബാക്ക് ഭാഗം കണ്ട, ബാക്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു നെക്ക് പാച്ചിൽ അത് ഇതുപോലെ വെച്ചിട്ട് ആ സൈഡിൽ കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നെക്ക് പാച്ച് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ ഈ സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ നെക്ക് പാച്ച് ഇതേപോലെ വെച്ച് കറക്റ്റ് ഷേപ്പിൽ ആദ്യം ആ നെക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം താഴത്തെ ഭാഗത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പാച്ചിൻ്റെ അറ്റവും അതുപോലെ കുർത്തിയുടെ നെക്കിൻ്റെ അറ്റവും കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നെക്കിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഇപ്പുറത്തെ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണേൽ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ദാ ഞാൻ ഇതുപോലെ മറ്റേ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതായി നെക്ക് പാച്ച് ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യണം. അത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഭാഗം ഇപ്പം കുഴിച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് നേരത്തെ നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്തിരുന്നില്ല, ആ ഒരു ഭാഗം വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴത്തോട്ടേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യേണ്ട, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇതുപോലെ ഒരു യു ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെൻ്റ് എല്ലാം വെച്ചിട്ട് ഞാനിത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. എന്നിട്ട് നമ്മളത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നെക്ക് ചെയ്തില്ലേ, അതേപോലെ ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ യു ഷേപ്പിൽ അതിൻ്റെ സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഫ്രണ്ടിൽ ചെയ്ത പോലെ തിരിച്ചിടണ്ട, ഇതുപോലെ തന്നെ വെക്കാം ആദ്യം. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചിടേണ്ടത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ലൈനിങ് മാത്രം മുന്നിലോട്ടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ ഭാഗവും കൂടി വെച്ചിട്ട്, ഇത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ വെച്ചിട്ട് ആ ഷോൾഡർ രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് മാത്രം നമുക്ക് തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. അപ്പോൾ നമുക്കിത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. ആ ജോയിൻ്റ് നൂലൊന്നും കാണാതെ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ബാക്ക് പോർഷൻ്റെ ഈ ആം ഹോളിൻ്റെ അവിടെ മുതൽ ഹിപ്പിൻ്റെ അവിടം വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആം ഹോളൊന്ന് അളന്ന് നോക്കാം. ബാക്ക് ആം ഹോളാണ് ഞാൻ അളന്ന് നോക്കുന്നത്. അപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ലൈനിങ് ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് സ്ലീവ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം ആദ്യം. അപ്പം 16 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 17.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 17.5 ഇഞ്ച്, 1/2 ഇഞ്ച് ഈ സൈഡ് ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാനുമായിട്ടാണ് വേണ്ടത്. ഇനി നമുക്ക് മടക്കി അടിക്കേണ്ട ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്ലീവ് റൗണ്ട് അളന്നപ്പം 11 കിട്ടിയത്, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 10.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അത് സീം അലവൻസും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് 10.5 ഇഞ്ച്. അപ്പോൾ അതിൽ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസാണ്, അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു.
ഇനി മേലത്തെ ലൈനിൽ നമുക്കൊരു 3.5 ഇഞ്ച് ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് 3.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഈ കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചൊരു ലൈൻ വരച്ചു. ഇനി ആ ലൈനിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ 9.5 കിട്ടുന്നത്. 9.5 മിഡിൽ പോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് 4.25 കിട്ടും. അത് ഞാൻ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് സീം അലവൻസ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് അരയിഞ്ച് പുറത്തേക്കും അതുപോലെ റൈറ്റ് സൈഡിലേക്ക് അരയിഞ്ച് ഉള്ളിലേക്കും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരക്കാം. നമുക്ക് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. അരയിഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ, സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ആ ഭാഗത്ത് മാത്രം ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നല്ല വശം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജീന്നൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ വരച്ചില്ലേ ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ടിൽ വരുന്ന ഭാഗമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മാറിപ്പോകരുത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ സ്ലീവ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടി ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ 2 സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ ഉള്ളിലത്തെ ഭാഗം സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ഇതുപോലെ ആദ്യം ഒരു അരയിഞ്ച് മടക്കുക, പിന്നെ ഒരു അരയിഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം മുമ്പിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്തിട്ട് 2 സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ സ്ലീവ് 2 ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പോൾ ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം ആദ്യം ഒരു അരയിഞ്ചിലൊന്ന് മടക്കുക, പിന്നെ ഒരു അരയിഞ്ചും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡിലും ഇതുപോലെ. അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തിലും ഇതുപോലെ അരയിഞ്ച് ഉള്ളിലോട്ടേക്കൊന്ന് മടക്കുക, പിന്നെ ഒരു അരയിഞ്ചും കൂടി മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 പീസിലും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുർത്തി ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം കറക്റ്റാക്കി വെക്കുക എല്ലാ ഭാഗവും. എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസ് എല്ലായിടത്തും മാർക്ക് ചെയ്യുക. അപ്പം സ്ലീവ് എനിക്ക് 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് മാർക്ക് ചെയ്തു. ലൂസ് അടക്കമാണ് 5.5 ഇഞ്ച്, അത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് സീം അലവൻസ് എടുത്തിട്ടുള്ളത്, അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ വേസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ 15 ഇഞ്ചല്ലേ എടുത്തത്, അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതുപോലെ സൈഡിൽ. പിന്നെ ഹിപ്പിൻ്റെ അവിടെയും നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസ് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്ത ആ ഭാഗം വരെ നമുക്ക് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ മുകളിലേക്ക് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ 2 സൈഡിൽ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ കുർത്തിയുടെ താഴത്തെ ഭാഗത്ത് ഞാനൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ താഴത്തെ ഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് വിരിച്ചിട്ടു. എന്നിട്ട് ഈ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേസ് എത്ര അളവിൽ വേണമെന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് വെച്ച് നോക്കിയിട്ട് ആവശ്യമുള്ള അത്ര അളവിൽ ഈ ലേസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ 6000 എന്ന് പറയുന്ന ഈ ഒരു ഗമ്മ് വെച്ചിട്ട് ഞാൻ ആദ്യം ഈ ലേസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റോണും ഇതൊന്നും ഇല്ലാത്ത ഭാഗത്തേക്കൂടെ ആ തുണിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ കുർത്തിക്ക് നല്ല ഭംഗി കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം, താഴത്തെ ഭാഗം. അപ്പോൾ കുർത്തിയുടെ ബാക്ക് സൈഡ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഹിപ്പ് ലൈൻ വരെ നേരത്തെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലൈനിങ്ങും മെയിൻ ക്ലോത്തും. അതിന് ശേഷം നമുക്ക് ലൈനിങ് ഇതേപോലെ ഈ സൈഡിലോട്ടേക്കും അതുപോലെ മെയിൻ ക്ലോത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ വെച്ചിട്ട് സൈഡിൽ കൂടി രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ രണ്ട് സൈഡിലും കറക്റ്റാക്കി വെക്കുക. ലൈനിങ് ഒരു ഭാഗത്തേക്കും മെയിൻ ക്ലോത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്കും. എന്നിട്ട് ആ സൈഡിൽ കൂടി ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ലൈനിങ് ഈ സൈഡിൽ കൂടി ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ മെയിൻ ക്ലോത്ത് അപ്പുറത്തെ സൈഡിലോട്ടേക്കും ഇതുപോലെ നീറ്റാക്കി വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം.